വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ ഇതാ. ചീസ് മുറിക്കുമ്പോൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ? കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. അരി വേവിക്കാൻ വെക്കുമ്പോൾ ഇതുപോലെ വെള്ളം മറിയുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് പാത്രത്തിന്റെ മുകളിൽ വെച്ചാൽ മതി. തക്കാളി എളുപ്പത്തിൽ മുറിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് കമഴ്ത്തിവെച്ച് നടുവേ മുറിച്ചാൽ മതി. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വൃത്താകൃതിയിൽ പാനിൽ വെച്ചതിനു ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ വൃത്താകൃതിയിൽ മുട്ട കിട്ടുന്നതാണ്. ചോറിൽ വെള്ളം അധികമാണെങ്കിൽ ഒരു കഷ്ണം ബ്രെഡ് അതിൽ വെച്ച് അല്പസമയം കഴിഞ്ഞെടുത്താൽ വെള്ളം മുഴുവൻ ബ്രെഡ് വലിച്ചെടുക്കുന്നതാണ്. സവാള അഥവാ ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ നനച്ചുകൊണ്ട് കട്ടിംഗ് ബോർഡിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി. ഉപയോഗിച്ച് കഴിഞ്ഞ എണ്ണ ശുദ്ധമാക്കാൻ കുറച്ച് മാവും വെള്ളവും ചേർത്ത് എണ്ണയിലൊഴിച്ച് തിളപ്പിച്ചാൽ മതി. കറിയിലെ എണ്ണ നീക്കം ചെയ്യുവാൻ ഒരു സ്പൂണിൽ ഐസ് ക്യൂബിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ മതി. തക്കാളിയുടെ മുകളിൽ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചാൽ 2 ആഴ്ച വരെ തക്കാളി കേടാകാതെ സൂക്ഷിക്കാം. ചെമ്മീന്റെ തൊലി കളയുവാൻ ഒരു ഫോർക്ക് എടുത്ത് വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തൊലി കളയാവുന്നതാണ്. പുതിനയില തണ്ടിൽ നിന്ന് വേർതിരിക്കുന്നതിനായി ഇതുപോലെ ഹോളുള്ള ഒരു പാത്രം എടുത്ത് വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ കളയാവുന്നതാണ്. ഒരു സ്റ്റിക്ക് എടുത്ത് തക്കാളിയുടെ മുകളിൽ ഇതുപോലെ തടഞ്ഞതിനു ശേഷം ഒരു സ്റ്റിക്ക് കുത്തുകയും വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തക്കാളിയുടെ തൊലി കളയാവുന്നതാണ്. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അതിൽ ഉള്ളി വെച്ചതിനു ശേഷം മരക്കഷ്ണം എടുത്ത് അടിക്കുകയും പിന്നീട് നോക്കിയാൽ ഉള്ളിയുടെ തൊലിയും ഉള്ളി കട്ടാവുകയും ചെയ്തിട്ടുണ്ടാകും. ഒരു തക്കാളി എടുത്ത് നടുവേ ഒരു സ്റ്റിക്ക് കുത്തി ഇതുപോലെ തീയിൽ കാണിച്ചാൽ അതിന്റെ തൊലി എളുപ്പത്തിൽ കളയാവുന്നതാണ്. ഒരു ഇറച്ചി എടുത്ത് നടുവേ മടക്കിയാൽ ഇതുപോലെ എല്ല് നീക്കം ചെയ്യാവുന്നതാണ്. ചെമ്മീന്റെ തൊലി കളയുവാൻ ഒരു ഫോർക്ക് എടുത്ത വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ മതി. വെളുത്തുള്ളിയുടെ തോല് കളയുവാൻ നടുവേ മുറിച്ച് ചെറുതായി കത്തികൊണ്ട് അടിച്ചാൽ മതി. ഇതുപോലത്തെ 2 സ്റ്റിക്ക് എടുത്ത് മീനിന്റെ വായയുടെ ഉള്ളിൽ കയറ്റി വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ എളുപ്പത്തിൽ മീനുകളുടെ വേസ്റ്റ് പുറത്തു കളയാവുന്നതാണ്. വെളുത്തുള്ളിയുടെ തൊലി കളയുവാൻ ആദ്യം നടുഭാഗത്ത് മുറിച്ചതിനു ശേഷം 2 ഭാഗത്തു നിന്നും തൊലി കളഞ്ഞാൽ മതി. വളരെ എളുപ്പത്തിൽ തൊലി കളയാവുന്നതാണ്. ഒരു കാബേജ് എടുത്ത് നടുവേ കട്ട് ചെയ്തതിനു ശേഷം 2ആയി മടക്കി വീഡിയോയിൽ കാണുന്നതുപോലെ കട്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ മുറിച്ചു വയ്ക്കാവുന്നതാണ്. 2 സ്പൂൺ എടുത്ത് വീഡിയോയിൽ കാണുന്നതുപോലെ റബ്ബർ ഇട്ടതിനു ശേഷം വളരെ എളുപ്പത്തിൽ തൊണ്ട് കടലയ്ക്ക പൊളിക്കാവുന്നതാണ്. ഒരു കാബേജ് എടുത്ത് വീഡിയോയിൽ കാണുന്നതുപോലെ കട്ട് ചെയ്തതിനു ശേഷം തൊലി കളയുന്ന ഉപകരണമെടുത്ത് വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.